നമസ്കാരം. ഏവൻ വാർത്തയിലേക്ക് സ്വാഗതം. കുടുംബശ്രീയുടെ 26ാം വാർഷിക ദിനം കേരളം ഒന്നാകെ വിവിധ പരിപാടികളോടെ നടക്കുന്ന വേളയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് CDS ഏറെ ശ്രദ്ധേയവും ജനകീയവുമായ തീരുമാനം കൈക്കൊണ്ട് നടപ്പിലാക്കി ജനശ്രദ്ധ നേടുകയാണ്. നാളെ നടത്താനിരുന്ന നാടിളക്കുന്ന ഘോഷയാത്രയും വാർഷിക കലാപരിപാടിയും ഉപേക്ഷിച്ച് ഇതിനായി സ്വരൂപിച്ച തുക 2ാം വാർഡിൽ പാണ്ടിക്കടവിൽ ഗുരുതര പൊള്ളലേറ്റ് മംഗലാപുരം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ധ്യാൻ സന്തോഷ് എന്ന 8 വയസ്സുകാരന്റെ ചികിത്സാ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുടുംബശ്രീയുടെ അവസരോചിതമായ ഈ തീരുമാനത്തിന് കുടുംബശ്രീ യൂണിറ്റുകളും ഭരണസമിതിയും ഐക്യകണ്ഠേന പിന്തുണയും പ്രഖ്യാപിക്കുകയുണ്ടായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം ലോകം തന്നെ അസൂയാർഹമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വളരെ ശക്തമായ പ്രവർത്തനമാണ് കുടുംബശ്രീ കാഴ്ചവെച്ചിട്ടുള്ളത്. ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീയുടെ 26ാം പിറന്നാൾ ആഘോഷം എന്തുകൊണ്ടാണ് നടത്താൻ മുതിരാത്തത്? നമുക്കറിയാം, കേരളത്തിലൊട്ടാകെ ഇന്ന് മെയ് 17 കുടുംബശ്രീ ദിനമായി തന്നെ ആചരിക്കുന്നൊരു സമയമാണ് 26ാം വാർഷികം. 26ാം വാർഷികത്തോടനുബന്ധിച്ച് നാളെയാണ് നമ്മൾ CDSന്റെ പരിപാടികൾ അരങ്ങ് എന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നാളെ രാവിലെ 10 മണി മുതൽ വിവിധ കലാപരിപാടികളും അതിനുശേഷം 4 മണിക്ക് വിപുലമായ ഘോഷയാത്രയും വെച്ചുകൊണ്ട് സമാപന സമ്മേളനം നടത്താൻ വേണ്ടിയാണ് CDSന്റെ തീരുമാനം ഉണ്ടായിരുന്നത്. നമ്മൾ ആ തീരുമാനം എടുത്ത് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വാർഡിൽ, നമ്മുടെ 2ാം വാർഡിൽ തന്നെ ഒരു കുട്ടി പൊള്ളലേറ്റ് ഗുരുതര അവസ്ഥയിൽ മംഗലാപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ചികിത്സ സഹായ കമ്മിറ്റിയിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് ഈ വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മുടെ ഭരണസമിതിയിൽ ചർച്ച വെക്കുകയും ഭരണസമിതി ഒന്നടങ്കം നമുക്ക് വാർഷികം പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആ സമാഹരിച്ച തുക മുഴുവനായി തന്നെ ആ കുട്ടിയുടെ ധ്യാൻ സന്തോഷ് എന്ന കുട്ടിക്ക് വേണ്ടി സംഭാവനയായി നൽകാം. ആ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുടുംബശ്രീ കൂടി കൈകോർക്കാം എന്നൊരു തീരുമാനം ഭരണസമിതി എടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം അരങ്ങ് എന്ന പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കുടുംബശ്രീ ഒന്നാകെ കൈകോർത്തിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകർ. കുടുംബശ്രീയുടെ ചെറുപുഴ ചെയർപേഴ്സണാണ് സുഗതകുമാരി KB. അപ്പം നിങ്ങളെടുത്ത ഈ തീരുമാനം മറ്റുള്ള സംഘടനകൾക്ക് പോലും വളരെ മാതൃകാപരമാണ്. എന്ത് തന്നെയായാലും കുടുംബശ്രീയുടെ ഈ തീരുമാനത്തിന് എല്ലാവിധ ഭാഗങ്ങളും. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.